കൗമുദി ടിവിയുടെ ഫിഷ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാവ് റെഡിയാക്കിയിട്ട് ഫീഡറിൽ ആവശ്യത്തിന് വാരി വെക്കണം. നോക്കിയിറങ്ങ ഇത് പിടി ഉണ്ട് സാധനമുണ്ട്. ഇതെന്താണ് സാധനം? തേയിലുള്ള സംഭവം അത് റമ്മാണ്. എന്തിട്ടുണ്ട്? അടിപൊളി സാധനം. പൊന്നളിയ കുറെ നേരം നടക്കണം, എൻ്റെ കാലൊക്കെ പൊളിഞ്ഞ് വലിയ കിട്ടുമോ മീന്? കുറച്ച് ദൂരമേ ഉള്ളൂ. മീൻ എന്തായാലും കിട്ടും. നമ്മൾ എന്തായാലും മീൻ പൊരിച്ചടിക്കും. ഏത് കാടറേ? കാട്ടിൻ്റെ അകത്തൊരു കുളമോ? ഇത് പെല്ലറ്റാ? ഇത് സംഭവം നമ്മുടെ മീനിൻ്റെ പെല്ലറ്റാണ്, ഫിഷ് ഫുഡ്. അതും മൈദയായിട്ട് മിക്സ് ചെയ്യണം. മാവ് റെഡിയാക്കിയിട്ട് ഫീഡറിൽ ആവശ്യത്തിന് വാരി വെക്കണം. ഇതൊക്കെ താഴോട്ട് പോകാനുള്ള സാധനമല്ലേ? ഇത് അടിയിൽ താന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കാസ്റ്റ് ചെയ്തിടാം. ഓക്കെ. അല്ല, ഇത് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് പോയേ ആ ബ്രേലിനെ തൂക്കാം. അതിന് വേറെ സാധനം ഉണ്ട് എൻ്റെ. നമുക്ക് നോയിപ്പിക്കാൻ വേണ്ട, നമുക്ക് നോക്കി അളവ് നോക്കി മീനെ എടുക്കാം. എന്നിട്ട് തെറ്റടിയാണ്. അതെ, ഇതിലടിക്കുന്ന സാധനമാണ്. ആര് പോലത്തെ? അതെ, അതിൻ്റെ പേരും തോന്നുന്നു ഡാർട്ട്. ഇത് കയറി കഴിഞ്ഞാൽ തിരിച്ച് വരൂല. ഇത് ഫുള്ള് സെറ്റ് റെഡിയായി. നമ്മൾ മീനിനെ കാണുന്നു, അടിക്കുന്നു, എടുക്കുന്നു. ഓക്കെ, അതായിരിക്കും സൗകര്യം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്നിട്ട് അങ്ങോട്ട് പോയാലോ? വാ. നോക്കിയിറങ്ങ ഇത് പിടി. ഉണ്ട് സാധനമുണ്ട്. സിലോപ്പി. വെള്ളത്തിൽ തന്നെ കെട്ടിയിടാം. കുറച്ചു ജീവനോടെ കിടക്കും. ബാക്കി മീനുകളെ പോലില്ല. വരാൻ അടിച്ച് കൊള്ളിക്കാന്ന് വെച്ചാലേ നല്ല ടാസ്കുള്ള കാര്യമാണ്. അവരെ ശരീരം നല്ല ഉരുണ്ടിട്ടുള്ള ശരീരമുണ്ട്. ഡാർട്ട് കാണാൻ പാടാണ്. കൊണ്ട് പിന്നെ അല്ല ഇറക്കിയെടുത്ത് നെഞ്ചത്ത് തന്നെ ഓർഡർ. അതും കൊണ്ട് നീ ചട്ടി തന്നെ, നീ എവിടെ ഓടിയാലും നീ ചട്ടി തന്നെ. അടിപൊളി, നല്ല സൈസ് ഉണ്ടല്ലേ? വലിച്ചോണ്ട് പോകാം. പൊളി. ചെറുതാണ് കേട്ടോ. ചെറുതാണ്. ഈ രണ്ടെണ്ണല്ലേ? വിശന്ന് കുടൽ കത്തുന്നു. ബാബാ, നമുക്കിപ്പോൾ ഫുഡാക്കാം. എനിക്ക് ആദ്യമേ അറിയാമായിരുന്നല്ലേ ഈ കാട്ടിലെ പറഞ്ഞതാണ്. അതല്ലേ ഈ ടോർച്ചൊക്കെ എടുത്തുകൊണ്ട് വന്നത്. രാത്രി നമ്മൾ എവിടെ ചൂണ്ടിടാൻ പോകുമ്പോൾ ടോർച്ച് എടുക്കണം കയ്യിൽ. ഓക്കെ, വാ. ഒരു കാര്യം ചെയ്ത് കട്ട് ചെയ്തിട്ടേ ഗ്രില്ലടിക്കാം. എല്ലാം ഗ്രില്ലടിക്കാണ്. ഓക്കെ, പെട്ടെന്ന് ഗ്രില്ലടിക്കുക വെച്ചേക്കണം. അവിടെ കുറച്ച് കത്തിച്ച കരി കിടപ്പുണ്ട് അവര്. ഓക്കെ, വാ. പരിപാടി തുടങ്ങാല്ലേ? അത് നമുക്ക് പുരട്ടിയെടുക്കാം. ഓക്കെ, ഞാൻ അതിരിക്കാം. നമ്മുടെ ഗ്രില്ലിൻ്റെ മസാല
ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഒരു കാര്യം ചെയ്യ്. നന്നായിട്ട് നടിച്ചെടുക്കാം. ഇതെന്താണ് സാധനം? തേയിലുള്ള സംഭവം അത് റമ്മാണ്. റം എന്തിനെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ നേരത്തെ അത് ബ്രഷിന് മുക്കി റം ഇതിന് മേളിൽ കൂടെ തേച്ച് കൊടുക്കാം. ബട്ടറും റമ്മും റം ഒഴിക്കുമ്പം തീ ഒന്ന് ആളെന്ന് കാണാൻ പറ്റും. മുരിഞ്ഞ് കിട്ടും. മുരിഞ്ഞ് കിട്ടുന്നില്ല, ഇതിൻ്റെ മീറ്റ് കുറച്ചുകൂടി ടെൻഡറായിട്ട് കിട്ടും. അവസാനം കുറച്ച് ഉപ്പ്. പുഴമീനായതുകൊണ്ട് ഉപ്പിട്ട് ഒരു വട്ടം കഴുകിയാൽ അതിൻ്റെ ആ പുഴമീനുള്ളൊരു ഇതുണ്ടല്ലോ മണം, അത് പോയി കിട്ടും. നമുക്ക് തേച്ച് പിടിപ്പിക്കാം. എന്തൊക്കെ മസാല ഇവർ തേച്ചത്? നമ്മളിപ്പോൾ അതിൽ ചേർന്ന് വെച്ചാൽ ഇഞ്ചി ഗാർലിക് മല്ലിയില ഇത് മൂന്നും കൂടി അരച്ചത്, പിന്നെ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല, ഗരം മസാല ഉണ്ട്, നമ്മുടെ സാധാ മസാല ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ തൈര്, കട്ട തൈര്, ഉപ്പും കൂടി ചേർത്ത് നമ്മൾ കുഴച്ച് സെറ്റാക്കി ദേഹത്ത് നല്ല രീതിയിൽ ഒരു 15 മിനിറ്റോളം ആവും. നമ്മളിപ്പോൾ ഈ തീ കത്തിച്ച് കിട്ടാൻ കിട്ടിയ സമയം ഒരു 15 മിനിറ്റോളം ആയി. നല്ല ചൂടുണ്ട്. കനലൊന്ന് സെറ്റ് ചെയ്ത് വന്ന സ്ഥിതിക്ക് ഈ കമ്പിയിൽ ഇത്തിരി ബട്ടർ തേച്ച് കൊടുക്കാം. കാര്യം എന്ന് വെച്ചാൽ ചൂടായിരിക്കണേ അല്ല, നമ്മുടെ ഈ മീന് പൊട്ടിപ്പിടിക്കാതിരിക്കാൻ. ആദ്യം ഏത് മീനാണ് വെച്ചിരിക്കുന്നത്? വരാലാണ്. രണ്ടിനെയും ഒരേപോലെ തൊലിയുള്ള ഭാഗം അടിയിൽ പറഞ്ഞ രീതിയിൽ ആദ്യം വെക്കാം. ഓക്കെ. ഒരു സൈഡ് നമുക്കൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം മറിച്ചിട്ടിട്ട് റമ്മും ബട്ടറും പരട്ടാം. ഒഴിച്ചില്ലെങ്കിൽ ആളിട്ട് കുറച്ചുകൂടെ നല്ല കത്തിപ്പിടിക്കിട്ട് നമ്മുടെ മുഖത്തായിരിക്കും ആള് മൊത്തത്തിൽ കത്തിപ്പിടിക്കണം. മൊത്തം തീർക്കാം. സൂപ്പർ. ഇപ്പം കളറായി. സാധനമായില്ല. ഇലയിലോട്ട് മാറ്റാം. ഓക്കെ. അങ്ങനെ നമ്മുടെ ഫിഷ് ഗ്രില്ല് റെഡി. ഞാൻ ആദ്യം തിലാപ്പിയുടെ സ്കിന്നൊന്ന് ട്രൈ ചെയ്തോട്ടെ. അടിപൊളി കേട്ടോ, നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മസാല പിടിച്ചിട്ടുണ്ട്. തൈരിൻ്റെ ആ പുളിപ്പ് അതുപോലെ ഉണ്ട്. പിന്നെ റമ്മിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ കേട്ടോ. അത് അടിപൊളി സാധനം. അത് വരാൽ ട്രൈ ചെയ്തോട്ടെ. വരാൽ ഇത്തിരി നെയ്യ് കൂടിയ മീനാണ് തിലാപ്പിയെ കാട്ടി. അടിപൊളി. ചിക്കനും കാട്ടിക്കൊള്ളാം. അടിപൊളി സൂപ്പർ. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ മീനൊക്കെ പിടിച്ചെടുത്ത് കുക്ക് ചെയ്തെങ്കിൽ അവസാനം വന്നപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കാരണം നല്ല ഒരു സുഖമുണ്ടല്ലേ. ഫലം കണ്ടു. ആ മീൻ കിട്ടാൻ ഇത്തിരി പാടായിരുന്നു. കാര്യം നമ്മുടെ തിലാപ്പിയെ കുറച്ചു നേരം പാടുപെടുത്തി കൊത്താൻ കുറേ സമയം എടുത്തു. മസാല ഇത്തിരി ഉള്ളിലോട്ടായി പോയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വേറൊന്നും കുഴപ്പമില്ല. ബാക്കിയെല്ലാം അടിപൊളി. എന്തായാലും മീൻ നന്നായിട്ട് കാരണം റം ഒഴിച്ചത് ഉദ്ദേശം അടിപൊളിയായി. അപ്പോൾ ഫിഷ് ഹണ്ടറിൻ്റെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു സ്പോട്ടുമായി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. വണക്കം.